ബോണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ കുറച്ച് വീഡിയോസ് ഇവിടെ ആഡ് ചെയ്തതാണ്. ഈ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത വ്ലോഗായിട്ട് ഇങ്ങനെ കാണാം. അങ്ങനെ ഞാൻ ഇറങ്ങാൻ പോകട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു അർജൻറ്റ് കോൾ വന്നതോടെ എനിക്ക് ഉടനെ തന്നെ ഇറങ്ങേണ്ടി വന്നു കേട്ടോ. അപ്പം ആതിരയും അനികയുമാണ് എന്നെ കൊണ്ടുവിടാൻ പോകുന്നത്. റിൻഷയ്ക്ക് 8 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൾക്കും പെട്ടെന്ന് അതൊരു വല്ലാത്ത ഇതായി. പിന്നെ ഷംനയ്ക്ക് 2-3 ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇവരാണ് കൊണ്ടുവിടാൻ വന്നത്. ഇവരാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, ഇവർ കൂടെ വന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇവരുള്ളത് കൊണ്ട് ഞാൻ അത്രയും നേരം ഓക്കെ ആയിരുന്നു. ഇവർ പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ട്രെയിനിലിരുന്നിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ അവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിൻഷനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഷംനെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാവരെയും പെട്ടെന്ന് വിളിക്കാനൊന്നും ഉള്ള ടൈം കിട്ടിയില്ല. അർജൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എൻ്റെ വീട്ടിലുള്ളവർക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അധികവും ഒറ്റയ്ക്ക് വരാറില്ല. ഒന്നുകിൽ എൻ്റെ കൂടെ ഒരാളോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടാവും. പിന്നെ ട്രെയിനിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് കയറാൻ പോകുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. വീട്ടിലെല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ടൈം കുറച്ച് ലേറ്റായിരുന്നു. അതെ, ട്രെയിൻ കിട്ടുമോ, സമയത്തെത്തുമോ എന്നൊക്കെ ഒരു മനസ്സിൽ എല്ലാം ആകെ ഒരു കുഴഞ്ഞ അവസ്ഥ. അതുപോലെ ട്രെയിനിൽ കയറി ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴാണ് എല്ലാം ശരിക്കും ഒരു ഫീലായത്. ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്ന ആളുകളും ആ സ്ഥലത്തേക്ക് വിട്ടു വരുന്നതിൻ്റെ ഒരു വിഷമവും കൂടി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ എത്തിയ സ്ഥലത്തു നിന്ന് രേഖയും അങ്കിളും വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ. അപ്പോൾ അവരെ കണ്ടപ്പോഴത്തേക്കും